ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണിത്. ഇത് ഞാൻ വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വയ്ക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ 1.5 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 നുള്ളുപ്പും. ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ആകെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒരു തവണ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നത് ഈ പാനിലാണ്. അപ്പോൾ ഇതിൻ്റെ മൂടിയുടെ മുകളിലായിട്ട് ചെറിയൊരു അലൂമിനിയം ഫോയിൽ ഈ ഹോളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാനിൻ്റെ ഉൾഭാഗത്ത് ഓയിൽ ഞാൻ കുറച്ച് പരട്ടി കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിൽ പരട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാനിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഓയിൽ വേണ്ട. കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ സൈഡൊക്കെ ഡ്രൈ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് കാരമൽ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഒരുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഉരുകി കളറൊക്കെയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് കേക്കിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമ്മളുടെ കേക്കിനും ഉണ്ടാവും. ഇതായിപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 175 ml മെഷറിംഗ് കപ്പിൽ ഞാനൊരു 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ മേത്തേക്കൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 8 ഡേറ്റ്സും 5 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ അടിച്ചെടുത്ത ജ്യൂസാണ്. ഇത് കേക്കിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിന്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മഞ്ഞക്കറി ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ടോട്ടലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 3 തവണയായിട്ട് ഇതിൽ പഞ്ചസാര ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ബൗള് കമഴ്ത്തിയാൽ പോലും ഇത് താഴേക്ക് പോവില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞക്കറി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഡേറ്റ്സിൻ്റെ ജ്യൂസും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കാരമൽ സിറപ്പ് ചൂടാറിയിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണോട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നില്ല. ഇതിലേക്ക് നേരിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 ഡേറ്റ്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ഫ്ലോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ബാറ്ററിലേക്ക് നേരിട്ട് ചേർക്കാൻ പറ്റില്ല. നേരിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ താഴെ അടിഞ്ഞുകൂടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതപ്പോൾ നമ്മൾ നല്ലതുപോലെ ഫ്ലോറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ബാറ്ററിലേക്ക്, അതായത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് നമ്മൾ കാരമൽ സിറപ്പൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ബാറ്ററിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസോടെ ചേർത്ത്, അതായത് 2-3 പ്രാവശ്യമായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ഈ ക്യാരറ്റും ഡേറ്റ്സും കൂടി ഉള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ മിക്സ് പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക്, ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാൻ ഈ കേക്ക് കുക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പഴയ പാനാണ് വെച്ച് കൊടുക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഓവനൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 5 to 10 മിനിറ്റൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇതും ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം 55 മിനിറ്റ് എടുത്തിട്ടോ ഇതൊന്ന് ബേക്കായിട്ട് കിട്ടാനായിട്ട്. നിങ്ങളപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബേക്കായിട്ടുണ്ടോ എന്ന്. ഓരോ ഫ്ലെയിം അനുസരിച്ചായിരിക്കുമല്ലോ ബേക്ക് ടൈം. അപ്പോൾ എനിക്ക് ഇവിടെ ഏകദേശം 55 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്ക്യൂറിൽ എന്തെങ്കിലും ഇങ്ങനെ മാവ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്ക്യൂർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഫ്ലോർ എന്തെങ്കിലും ഈ സ്റ്റിക്കുമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഇത് ചൂടാറ് വരട്ടെ. അതിനുശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്കിൻ്റെ അടിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ഒഴിവാക്കി തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാനും മക്കൾക്ക് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചെറിയൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.